ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എന്നെങ്കിൽ അതിൽ വ്യൂസ് ഒന്നുമില്ല. അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളിടുന്ന വീഡിയോസിന് വ്യൂസ് ഒന്നുമില്ല. അങ്ങനെ ഒരു വ്യൂ കിട്ടാനുള്ളൊരു കിടലൻ ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇങ്ങനത്തെ കണ്ടൻറ്റുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നിങ്ങളുടെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വ്യൂ ഇല്ലാത്തൊരു വീഡിയോ, അപ്പോൾ എൻ്റെ ഈ വീഡിയോയ്ക്കൊരു 0 വ്യൂ, അതായത് ഒരു വ്യൂ പോലും ഇല്ല. അപ്പം അതിന് ഞാൻ എങ്ങനെ വ്യൂ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ 3 ഓപ്ഷൻ കാണാം കർസർ കൊണ്ടുവരുമ്പോൾ. അത് എടുത്തിട്ട് പ്രൊമോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. പ്രൊമോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലോഡാവുന്നുണ്ട്. ഓക്കെ, ഇവിടെ പ്രൊമോട്ട് വീഡിയോ യൂസിങ് ഗൂഗിൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് കാണാൻ പറ്റും. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ശരിക്കും സത്യമാണ്. ഗൂഗിൾ ആഡ്സ് വഴി നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ തന്നെ ഇവരുടെ ഗൂഗിൾ ആഡ്സ് വഴി നമ്മുടെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാനും അതുവഴി നമുക്ക് വ്യൂ കൊണ്ടുവരാനും പറ്റും. ഇതൊരു ഭയങ്കര വർക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഗെസ്റ്റ് സ്റ്റാർട്ടർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ലോഡിങ് ആവുകയാണ്. ഓക്കെ, ഇപ്പം ഗൂഗിൾ ആഡ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് പോയിട്ടുണ്ട്. അപ്പം അവിടുന്ന് നമ്മളോട് ഒരു പല സ്പെസിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ ഇവിടെ URL അടിച്ചു കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇതിനെ നമ്മൾ ഓക്കെ 1 മിനിറ്റ്, ഇവിടെ ഈ URL ഇവർ ഈ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ വീഡിയോയുടെ URL ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ വീഡിയോയുടെ URL കൊടുക്കാൻ വേണ്ടി ഇതിവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇത് കോപ്പി കൊടുക്കുക. അത് കോപ്പി ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് അത് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ചോദിക്കുന്നുണ്ട് വേർ ഡു യു വാണ്ട് യുവർ ആഡ് ടു അപ്പിയർ. നിങ്ങളുടെ പരസ്യം എവിടെയൊക്കെയാണ് അപ്പിയർ ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് യൂട്യൂബിൽ മാത്രം മതിയോ അതോ പുറത്ത് വേണമെങ്കിൽ ഇത് കൊടുക്കാം. യൂട്യൂബിൽ മാത്രം മതിയെങ്കിൽ ഇത് കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുക. എന്നിട്ട് ഈ ഓൺ യൂട്യൂബ് എങ്ങനെയാണെന്ന് ഇവർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഡെസ്ക്ടോപ്പ് വ്യൂവും ഇവരിവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇവർ ചോദിക്കുന്ന ഒരു വലിയ കാര്യമാണ് ലൊക്കേഷൻ. ഓക്കെ, നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ഇതിൻ്റെ ഫീ വരുന്നത്. ആഡ് ലൊക്കേഷൻ കൊടുത്തിട്ട് കേരള എന്ന് നിങ്ങൾ കൊടുത്ത് നോക്കുക. കേരള, ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീ വരുന്നതായിട്ട് കാണാം. കേരളം മൊത്തത്തിലാണെങ്കിൽ വീക്കിലി അവർക്ക് കോസ്റ്റ് പറയുന്നതാണിത്. 50 പൈസ ഒരു വ്യൂവിന് 50 പൈസ വെച്ച് വാങ്ങുന്നതാണ് പറയുന്നത്. അതായത് 18 പൈസ തൊട്ട് 52 പൈസ വരെ. അതായത് ഒരു 2 വ്യൂ ഒക്കെ കഴിയുമ്പോൾ അത് 1 രൂപ വെച്ച് കൊടുത്താൽ മതി. വളരെ എഫക്റ്റീവായ വ്യൂ കിട്ടാൻ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു ട്രിക്കാണിത്. അപ്പോൾ നമുക്കൊന്ന് അമേരിക്ക, USA നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പൈസ നിങ്ങൾ നോക്കിയോ. കേട്ടോ, 75 രൂപ തൊട്ട് 1 രൂപ 73 പൈസ വരെയാണ് അവിടുത്തെ പൈസ പെർ വ്യൂ. ഇവിടെ ഇപ്പം നിങ്ങളൊരു വേറൊരു ജില്ല മാത്രം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ ജില്ലയ്ക്ക് വീണ്ടും പൈസ കുറയും. അത് പല ജില്ലകൾക്കും പല പൈസയായിരിക്കും. 19 പൈസ. എറണാകുളത്തിന് കൂടുതലാണ്. നമുക്ക് കണ്ണൂർ നോക്കാം. കണ്ണൂർ, ഇന്ത്യ. ഓക്കെ, കണ്ണൂരിന് വീണ്ടും പൈസ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു എസ്റ്റിമേഷൻ. അതെ, കണ്ണൂരിനും ഏകദേശം അതേ പൈസയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്
ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.